നമസ്കാരം. വിമാനയാത്രകളിൽ നാം നിസ്സാരമെന്ന് കരുതുന്ന മൊബൈൽ ഫോണും പവർ ബാങ്കും ഒരു വൻ ദുരന്തത്തിന് കാരണമായേക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? ശൈത്യകാല സീസൺ സജീവമായതോടെ പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും കർശന മുന്നറിയിപ്പുമായി ദുബായ് അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ്. ലിഥിയം ബാറ്ററികൾ കൈകാര്യം ചെയ്യുന്നതിൽ വരുത്തുന്ന ചെറിയൊരു അശ്രദ്ധ പോലും വിമാനത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ തങ്ങളുടെ സുരക്ഷാ നിയമങ്ങൾ പരിഷ്കരിച്ച പശ്ചാത്തലത്തിൽ പവർ ബാങ്കുകൾ പാക്ക് ചെയ്യുമ്പോഴും വിമാനത്തിനുള്ളിൽ ഫോൺ ഉപയോഗിക്കുമ്പോഴും പാലിക്കേണ്ട അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ യാത്ര സുരക്ഷിതമാക്കാൻ ഈ പുതിയ മാറ്റങ്ങൾ അറിഞ്ഞേ തീരൂ. ശൈത്യകാല യാത്രാ സീസൺ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദുബായ് വിമാനത്താവളം യാത്രക്കാർക്ക് ലിഥിയം പവർ ബാങ്കുകളുടെ ഉപകരണങ്ങൾ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് എന്നിവർ ഒക്ടോബറിൽ പവർ ബാങ്ക് നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയതിന് പിന്നാലെയാണ് ഈ ഓർമ്മപ്പെടുത്തൽ ഇപ്പോൾ വരുന്നത്. ലിഥിയം അയൺ ബാറ്ററികൾ സാധാരണയായി സുരക്ഷിതമാണെങ്കിലും തെറ്റായി പാക്ക് ചെയ്യുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ തീ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. 93% യാത്രക്കാർക്കും ബാറ്ററി നിയമങ്ങളെ കുറിച്ച് അറിയാമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഏകദേശം പകുതിയോളം പേർ ഇപ്പോഴും ഉപകരണങ്ങൾ തെറ്റായി പാക്ക് ചെയ്യാറുണ്ട്. വിമാനയാത്രക്കിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണെന്ന് ചുരുക്കം. നിങ്ങളുടെ ഫോൺ സീറ്റിന്റെ വിടവുകൾക്കിടയിൽ വീണുപോയാൽ അത് എടുക്കാനായി ഒരിക്കലും സീറ്റ് നീക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യരുത്. സീറ്റിന്റെ യന്ത്രഭാഗങ്ങൾക്കിടയിൽപ്പെട്ട് ഫോണിന്റെ ബാറ്ററി അമരുന്നത് വലിയ തീപിടുത്തത്തിനോ അപകടത്തിനോ ഒക്കെ കാരണമാകാം. ഇത്തരം സാഹചര്യത്തിൽ ഉടൻ തന്നെ ക്യാബിൻ ക്രൂവിന്റെ സഹായം തേടാവുന്നതാണ്. ഇനി സാധാരണ പ്രവാസികളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത്, ചെക്ക് ചെയ്ത ലഗേജിൽ ഫോൺ, ലാപ്ടോപ്പ്, പവർ ബാങ്ക് എന്നിവ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇല്ല, അതാണ് അതിന്റെ ഉത്തരം. കൈവശമുള്ള ബാഗുകളിൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം, അധിക ബാറ്ററികൾ എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ളതാണ്. യഥാർത്ഥ പാക്കേജിംഗിൽ അല്ലെങ്കിൽ ടെർമിനലുകളിൽ വെച്ച് ടേപ്പ് ഉപയോഗിച്ച് മൂടുക. കൈവശമുള്ള ബാഗുകളിൽ സൂക്ഷിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ സിഗരറ്റുകളോ വേപ്പുകളോ കൊണ്ടുപോകാൻ കഴിയുമോ? എയർലൈൻ അനുവദിക്കുകയാണെങ്കിൽ മാത്രം കൈവശം കൊണ്ടുപോകാം. വിമാനത്തിൽ ഉപയോഗിക്കാനോ ചാർജ് ചെയ്യാനോ പാടില്ല. നാലാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഒരു ഉപകരണം ചൂടാവുകയോ കേടാവുകയോ പുകയുകയോ വിമാനത്തിൽ ചെയ്താൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഓഫ് ചെയ്യുക. ഉടൻ തന്നെ ക്യാബിൻ ജീവനക്കാരെ അല്ലെങ്കിൽ വിമാനത്താവള ജീവനക്കാരെ അറിയിക്കുക. അഞ്ചാമത്തെ ചോദ്യം, ഒരു ബാറ്ററി സീറ്റിനടിയിൽ വീണാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതാണ്. സ്വയം എടുക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. ക്യാബിൻ ജീവനക്കാരെ വിളിക്കുക. ആറാമത്തേത്, എയർലൈൻ നിയമങ്ങൾ എന്തുകൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ്. എയർലൈനുകളുടെ മാർഗനിർദ്ദേശങ്ങളും പ്രാദേശിക നിയമങ്ങളും ഒക്കെ റൂട്ട് നിർദ്ദിഷ്ട സുരക്ഷാ നിയമങ്ങളെ പിന്തുടരുന്നു. പറക്കുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങളുടെ എയർലൈനിനെ ബന്ധപ്പെടുക. കൈവശമുള്ള ഫോണോ പവർ ബാങ്കോ അമിതമായി ചൂടാവുകയോ അതിൽ നിന്ന് പുകയോ മണമോ വരികയോ ചെയ്താൽ ഒട്ടും വൈകാതെ ജീവനക്കാരെ വിവരം അറിയിക്കാൻ മറക്കരുത്. രാജ്യാന്തര വ്യോമയാന സംഘടനയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് ഈ നിയമങ്ങൾ കർശനമാക്കിയത്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് എല്ലാവരും ഈ നിർദ്ദേശങ്ങളോട് സഹകരിക്കണം. ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, പവർ ബാങ്കുകൾ എന്നിവ കൈവശമുള്ള ബാഗുകളിൽ സൂക്ഷിക്കണം. ബാറ്ററികൾ, ടെർമിനലുകൾ ടേപ്പ് ഉപയോഗിച്ച് മൂടുക അല്ലെങ്കിൽ യഥാർത്ഥ പാക്കേജിംഗ് ഉപയോഗിക്കുക. ഇത് ഷോർട്ട് സർക്യൂട്ടുകൾ തടയാൻ സഹായിക്കും. 100 വാട്ടിൽ കൂടുതൽ ശേഷിയുള്ള ഉപകരണങ്ങൾക്ക് എയർലൈൻ അനുമതി ആവശ്യമാണ്. ഗേറ്റ് ചെക്ക് ചെയ്യുന്ന ബാഗുകളിൽ നിന്ന് എല്ലാ ലിഥിയം ഉപകരണങ്ങളും നീക്കം ചെയ്യുക. ഒരു ഉപകരണം ചൂടാവുകയോ പുകയുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ എയർലൈൻ ജീവനക്കാരെ അറിയിക്കണം. അധിക ബാറ്ററികൾ കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക. ഓരോ എയർലൈനിനും രാജ്യത്തിനും വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടാകാം. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് എന്നിവയുടെ പുതിയ നയങ്ങൾ അനുസരിച്ച് ഒരു യാത്രക്കാരന് 100 വാട്ടിൽ താഴെയുള്ള ഒരു പവർ ബാങ്ക് മാത്രമേ അനുവദിക്കൂ. പവർ ബാങ്കുകൾ വിമാനത്തിൽ വെച്ച് ചാർജ് ചെയ്യാൻ പാടില്ല. അവ സീറ്റിനടിയിൽ സൂക്ഷിക്കണം. ചെക്ക് ചെയ്ത ബാഗേജുകളിൽ പവർ ബാങ്കുകൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. വിമാനത്താവളങ്ങളിലെ പരിശോധനാ സമയത്ത് തിരക്കും അനാവശ്യ തടസ്സങ്ങളും ഒഴിവാക്കാൻ ഈ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഓരോ പ്രവാസിയും കൃത്യമായി മനസ്സിലാക്കുകയും അത് പാലിക്കുകയും വേണം. ലിഥിയം ബാറ്ററികൾക്ക് സംഭവിക്കുന്ന നേരിയ തകരാറ് പോലും ആകാശയാത്രയിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം എന്നതിനാലാണ് എയർലൈനുകൾ ഇപ്പോൾ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുന്നത്. പവർ ബാങ്കുകൾ കൈവശമുള്ള ബാഗിൽ മാത്രം സൂക്ഷിക്കണമെന്ന നിർദ്ദേശം വെറും ചട്ടമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ്. വിമാനത്തിനുള്ളിൽ ഒരു ഉപകരണം ചൂടാവുകയോ മറ്റോ ചെയ്താൽ ഒട്ടും വൈകാതെ അധികൃതരെ വിവരം അറിയിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയമങ്ങൾ പാലിക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്നത് യാത്രകൾ കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും.